മാറിയെങ്കിലും മാഞ്ഞതെന്തിനു ഒരു നാള്. എവിടെയാണ് വന്നെ നമ്മളിന്ന്? സെന്റ് ആഞ്ചലോസ് ഫോർട്ട്, കണ്ണൂർ. താഴോട്ട് മടങ്ങി പതാക പറക്കാൻ വേണ്ടിട്ടൊരു ഫാൻ വെക്കണം. ഇതാണ് വന്നെ ഇതിന്റെ ഫുൾ ഇതാണ്. അതല്ലടാ ഇവനോട് വന്നപ്പോ ഇതാണ് ഇത് ഇതിന്റെ ഇതാണിത് ഇതിനെ കുറിച്ച് പറയുമ്പോ ഇതെന്താ 11ന്റെ മേളിൽ പൂജ എന്താ ഡിഗ്രി 11 ഡിഗ്രി. അത് അറബിക്. എന്നാ പിന്നെ ഇതെന്താ 51ന്റെ മേളിൽ പോകട്ടെ. ഇങ്ങനെ ചോദിക്കല്ലേ എന്നോട്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാ. ഇതൊക്കെ ആലോചിച്ച് തല ഉണ്ടാക്കുന്നതല്ലോ, സ്കിപ്പ് ചെയ്യാ. ഉദ്ദേശിച്ചവിടെ കാണാനുള്ള എന്തോരും ബോട്ടുകൾ. ചേട്ടാ എന്നെ ഏട്ടേ പറഞ്ഞേ? ഈ വാതിലല്ലേ, വലിയ വാതിലല്ലേ? മുള്ളുള്ളത് എന്തിനാ, ആൾക്കാർ കയറാണ്ടിരിക്കാനാണോ? ആൾക്കാരുമായിട്ട് ബന്ധമില്ലല്ലോ. ഈ ആനയൊക്കെ കൊണ്ടോ ചവിട്ടി പൊളിക്കില്ലേ, അപ്പൊ അതിലേക്കാൻ വേണ്ടിയാണ്. എന്നാ വലിയ പീരങ്കികളാ. നമ്മളെ ഗേറ്റ് കയറി ഒന്നൊരു സൈഡ് അവിടെ കണ്ട വശത്തുണ്ട് ഒരു ഒരു ചെറിയൊരു ആർച്ച് പോലെ കണ്ടോ? അതല്ലേ ഞാൻ കണ്ട കോട്ടകളിൽ എല്ലാത്തിലും. എന്താന്ന് അവിടെ കുറച്ച് വെടിബന്ധൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കാം. പെട്ടെന്നിട്ട് സാധനമായിട്ട് എറിയാനുള്ള ഇതാണ്. അതല്ല, അവിടെ കുറെ സ്റ്റോക്ക് ചെയ്യാലോ സാധനങ്ങള്. അതായിരിക്കും ഇന്ത്യക്കാർ ജയിലായിരിക്കും. അല്ലേ അത് പോലെ അത്. പക്ഷേ ഇതല്ലേ നമ്മളെ പറയുന്ന സമയത്ത് പുറത്തു വിട്ടില്ലല്ലോ. ഇവിടെ ഗുണം എന്താ പറയുക, ഇത് 3 സൈഡും കടലിൽ നിക്ഷേപിക്കുന്നത് ആ വശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വശം മാത്രം ഉണ്ടാക്കിയെന്ന് പറയുന്നത്, ചടങ്ങുണ്ടാക്കി. പക്ഷെ അതാലോചിച്ച് നോക്ക്, പണിക്കാരൊന്നും പണിയെടുക്കുന്നതായാലും എത്ര പേര് 100 പേര് പണിയെടുക്കാൻ ചോദിച്ചോണ്ടാണ് പോവാൻ. പരിധിയുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവിടെ കൊണ്ട് കളയും. ഇതൊക്കെ മണ്ണായിരിക്കില്ലേ? ആയിരിക്കും. എന്തായാലും കട്ടയിട്ട് കയറ്റാൻ പറ്റില്ല. ഏകദേശം ഇതുപോലെയാണ്. അവന്റെ വീട്ടിലെ പോകുന്നുണ്ട് 2 പ്രാവശ്യം ട്രെയിനിന് പോയിട്ട്. ഫാസ്റ്റ് ആയിരിക്കില്ലേ? പക്ഷേ ഇത് ഓട്ടം വേണം ചെറുതല്ലേ. അവിടെ പോയി നോക്കാൻ കിട്ടാൻ. ഇവിടെ 3 സൈഡും കടലിൽ ഇതായിരിക്കും. ഇവിടെ മാത്രമാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഇതാക്കുന്നത്. പണ്ട് ഇതിൽ മുതലൊക്കെ ഉണ്ടാതിരിക്കില്ലേ? ഇവിടെ സാധ്യത കുറവാണ്. കാരണം കടലുകളിൽ കയറാനൊക്കെ നല്ല ആളുണ്ട്. അത് മിക്കവാറും കടലുകളായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ സാധനം ആക്ച്വലി ഇത് എയിം ചെയ്യാൻ വേണ്ടിയുള്ള കേട്ടോ. ഇങ്ങനെ ഇതപ്പോ എന്തായിരിക്കും അല്ലേ, ഇതിലെന്തേലും കയറെന്തേലും കെട്ടിയിട്ട് ഇങ്ങനെ പൊട്ടിയെടുത്ത് മാറ്റിയായിരിക്കും. എന്തോരും വെടിമരുന്ന് ഇടേണ്ടി വരുമായിരിക്കും അല്ലേ? ഇതിപ്പോ നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കണം ഈ സാധനം. ഇതിന്റെ ഉണ്ട എന്തോരം ആയിരിക്കൂലേ? ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവോ? കാരണം പിടിച്ചെടുത്തു എന്നൊക്കെ ഇല്ലേ? എടാ അങ്ങോട്ട് പോകണം. പിന്നെ ഇത് കുറച്ചും കൂടെ വലുത്, അതിനെക്കാട്ടിലും ചെറുതാണ് തൊട്ടപ്പുറം നിൽക്കുന്നത്. അത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പെരുമാറാൻ വേണ്ടിയാണ് ഇങ്ങനെ. ഇതേ ചിഹ്നം ഏതാണ്ടേ? ഇത് പോർച്ചുഗീസുകാരുടെ ചിത്രമായിരിക്കും അത്. നമുക്ക് ഈ മേലത്ത് തീർത്തിട്ട് താഴോട്ട് പോവാം, അത് നല്ലത്. ഇതൊക്കെ ഇത് കണ്ട ഇത് കാര്യമൊക്കെ അടിച്ചാന്ന്. പക്ഷെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാ. അതേട്ടെ സാധനം അത് തിന്നു ഇയാളെത്തി. മുഖഭാവം ഒന്ന് കാണട്ടെ. ഇതെന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇത് കോമഡി ഡേഞ്ചർ ആണല്ലോ. കണ്ട മുഖം. ഇതാണോ എന്ത് രസം ഇത്. ഒരു നല്ല ഫോട്ടോ എടുക്കാം. എക്കോ കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനം. ജയില് കൺജസ്റ്റഡ് ആണല്ലോ. ഇത് സൂഹിക്കാൻ വേണ്ടിയുള്ളത് റിസോർട്ട് അല്ല ഇത്. നമ്മുടെ ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് പൈസ കൊടുത്ത് കയറുന്ന ജയിലല്ല. ഇതൊക്കെ പഴയ കൂട്ടാണല്ലോടാ. ഒരു ക്ലിപ്പ് കിട്ടും. ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു ക്ലിപ്പ് മേടിച്ചിട്ട് ചേട്ടേക്ക് വന്ന് അതിൽ എടുക്കാൻ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട്. ഇതൊന്നുമില്ല. ക്ലിപ്പ് എടുത്ത് പറഞ്ഞിട്ടൊന്നും തുറക്കുന്നു. ചേട്ടാ ഇതിൽ കൂടെ നടക്കും. ഞാൻ ബാക്കിൽ നിന്ന് സ്ലോ മോഷൻ സാധനം എടുക്കാം. നശിപ്പിച്ചു. എപ്പോഴും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കറിയാൽ നേരത്തെ നടപ്പളകും. പ്രത്യേകിച്ചൊന്നുമില്ല. ട്രെയിനിൽ സംവിധാനമൊക്കെ കൊണ്ടുവന്നു. ശത്രുക്കൾ വരുമ്പോൾ മടുത്തു പോകുമ്പോ
ഇവിടെ ഒന്ന് ഇരിക്കുക, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യാന്ന്. ഇനി നിങ്ങൾ കളിച്ചോ. ശരി, ഇതിന് പള്ളിയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ, പറയാൻ പറ്റില്ല. പോർച്ചുഗീസുകാരൊക്കെ ഉണ്ടാക്കിയല്ല, അപ്പൊ എന്തേലും ഒരു ഇത് പഴയ കവണ. പഴയ മിക്ക ഭടന്മാരെ ജോലി ഇതായിരിക്കും, തരയുന്ന എപ്പോഴും യുദ്ധമൊന്നും ഇല്ലല്ലോ, ബോറടി ആയിരിക്കും. അപ്പൊ ഈ തരയുണ്ടല്ലോ, എന്നിട്ട് കാണിച്ച് അടക്കം കൊടുക്കുക. 5300 തര വന്ന് ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് ഇറങ്ങുവാണോ? ഇനി എങ്ങോട്ടാ അടുത്ത്? This way. Come on. Come on, yeah. Come on, Lily. Oh, yeah. എന്താ പറഞ്ഞ അറക്കൽ മ്യൂസിയത്തെ പറ്റി പറയാനുള്ള? ചരിത്രം പഠിക്കാൻ കൊറേ ഉണ്ട് അല്ലേ? പിന്നെ ജയ്സാൻ എന്ത് തോന്നുന്നു? സായിപ്പ് ഉണ്ടല്ലേ, നമ്മുടെ കൂട്ടത്തിൽ സായിപ്പാണ്. അറക്കൽ രാജവംശത്തെ പറ്റി പറയണമെങ്കിൽ ഇത് അത് വായിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതെ. അതുകൊണ്ടാണ് അത് ഇതായത്. ഇത് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, ഫ്രഞ്ചുകാരവിടെ ഇല്ലായിരുന്നു. ഇത് സ്റ്റേറ്റിലെ കൗണ്ട് ആവില്ല, ഇത് സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി. അത് വേണമെന്ന് അവിടെ സുഗന്ധന യുദ്ധഭൂമിയിൽ കളർന്നിരിക്കുകയാണ്. അതിന്